എല്ലാവർക്കും C4 ഇൻസ്പയറയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കൂടുതൽ ഇൻട്രോ ഒന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നൊന്നുമില്ല. നമ്മളൊരു പുതിയൊരു യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം സുള്ളിയ മടിക്കേരി റൂട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ അതിനിടയിൽ കാണുന്ന നല്ല നല്ല കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വഴിയിൽ നമുക്ക് കാണാം. വലിയ വഴി മടിക്കേരി പോകുന്ന സമയത്തുള്ള റോഡുകളും അതേപോലെ തന്നെ കാഴ്ചകളൊക്കെ ഒരു അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലുള്ള നല്ല റോഡും അതേപോലെ ചുറ്റും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ കുറച്ച് യാത്ര കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്ത് നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും. ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു ചായയും ഒരു ലൈറ്റ് കടിയും കുടിച്ച് നമ്മുടെ യാത്ര പിന്നീട് തുടങ്ങാം. അങ്ങനെ നമ്മൾ മടിക്കേരി എത്തി. അവിടുന്ന് ഒരു 6 കിലോമീറ്റർ വന്നതിന് ശേഷം നമ്മളൊരു ഹബ്ബി ഫാൾസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടുള്ളത് അഷ്റഫ് CA. നമ്മൾ ഒന്നിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്ത് സേഫ്റ്റി മെഷേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കൊറോണ ആണല്ലോ, അപ്പോൾ മാസ്കും കാര്യങ്ങളൊക്കെ ആളുള്ള സ്ഥലത്ത് നമ്മൾ ധരിക്കുന്നുണ്ട്. അതേപോലെ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്തതായി നമുക്ക് കാണാം. ഓക്കെ അച്ചൂസ്, നമ്മളെ ട്രിപ്പ് എങ്ങനെയുണ്ട്? ഒരു അടിപൊളി ട്രിപ്പ്, അടിപൊളി പൊളിച്ചല്ലേ? സ്ഥലം എങ്ങനെയുണ്ട്? അല്ലേ, നമ്മളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അവിടെ പോയിട്ട് സ്ഥലമെല്ലാം കണ്ടിട്ട് അടിപൊളിയാണ് നമുക്ക് അറിയിക്കാം അല്ലേ. നമുക്ക് ആ ഭാഗം നോക്കാം. ഇവിടെ നല്ല ഒരു ഫുള്ള് കാണിക്കും. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കൂളിംഗ് ആണ് അല്ലേ. നമുക്ക് ഇൻഷാല്ലാ നമുക്ക് നമുക്ക് ഇതിന്റെ ബാക്ക് ക്യാമറയിൽ ഇതിന്റെ വ്യൂസ് കാര്യമായിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അടിപൊളി റൂട്ടാണ് അല്ലേ. ഒരു ചൂടും അത് കഴിഞ്ഞ് പെട്ടെന്നൊരു മിശ്ര വികാരം എന്നൊക്കെ പറയും പോലെ ചൂടും തണുപ്പും കൂടിയിട്ടുള്ള സാഹിത്യം വിടുന്നല്ല അല്ലെ. നമുക്ക് ഒരു പറയുക വെറൈറ്റി ഫീലിംഗ്, ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട അല്ലെ. ഒരു മൊത്തത്തില് കാടും പച്ചപ്പൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. വാട്ടർഫാൾസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന് വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വലിയൊരു ആതിരപ്പള്ളി പോലത്തെ അത്ര വലിയ വാട്ടർഫാൾസ് ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം വലുതാണ്. ഇതിൻ്റെ അടുത്തു നിന്നുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഒരു വേറെ തന്നെ ഒരു ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് പ്രകൃതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു നല്ലൊരു പറയുക, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് മടിക്കേരിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാലാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ എന്തായാലും മടിക്കേരി ഭാഗത്തൊക്കെ വരുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഒരു ഏർമാടം പോലത്തെ സ്ഥലമുണ്ട്. അവിടുന്ന് നമുക്ക് ഒന്നും കൂടി ഏറ്റവും ടോപ്പ് രീതിയിൽ നമുക്ക് പറ്റും, വാട്ടർഫാൾസിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ ഒരു പറയുക അതിൻ്റെ കുറച്ച് ഒരു ചെറിയൊരു ഏർമാടാണ്. അതിൽ നിന്നിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകൾ കാണുന്നത്. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസ് ഇങ്ങനെ കണ്ടു തിരിച്ച് മടങ്ങുകയാണ്. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു ചില്ലായിട്ടുള്ള സ്ഥലമാണ്. കുറച്ച് നല്ല റിലാക്സ് ആയിട്ട് കുറച്ച് സമയം ഇരിക്കാം. പിന്നെ കുറേ ആളുകൾ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അധികം അവരുടെ ഇടയിലോ അങ്ങനെയൊന്നും, പരമാവധി നമ്മളെ ഒരു സേഫ്റ്റി നമ്മൾ നോക്കണം, പ്രത്യേകിച്ച് മാസ്കും കാര്യങ്ങളൊക്കെ. പിന്നെ അടിപൊളിയായിരുന്നു സ്ഥലം, അടിപൊളി. എന്തായാലും മടിക്കേരിയിൽ വരുന്ന ആളുകൾ ഒരു 6 കിലോമീറ്റർ ഉള്ളിലായി നല്ലൊരു സ്ഥലമാണ്. എന്തായാലും വിസിറ്റ് ചെയ്യുക. എന്താണ് അച്യുസിൻ്റെ അഭിപ്രായം? കുഴപ്പമില്ല, വലിയ വാട്ടർഫാളൊന്നുമല്ല. ആതിരപ്പള്ളിന്റെ അത്ര ഒന്നുമില്ലല്ലോ. സിമ്പിളായിട്ട് ജസ്റ്റ് ആയിട്ടൊന്ന് എന്റർടൈൻമെന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ മടിക്കേരിയിൽ വന്നാൽ ഒരു 5 കിലോമീറ്റർ ഉള്ളിലാണ്. വന്ന് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു വാട്ടർഫാൾസ് അല്ല മെയിൻ, ഇങ്ങനെ നടന്നു പോകുന്ന റൂട്ട് അല്ലേ. നല്ല ചില്ലിങ് ആണ്. പിന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വന്നാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ പറയുക, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്.
പക്ഷേ എല്ലാം എൻജോയ് ചെയ്യുക. പിന്നെ കുറേ യാത്ര ചെയ്ത് വന്ന ആളുകൾക്കൊക്കെ ഒരു പ്രത്യേകിച്ച് ഫീയും കാര്യങ്ങളൊന്നും ഇല്ല. പാർക്കിംഗ് ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു റെസ്റ്റ് എടുക്കുക, അതേപോലെ ഒരു സ്ട്രെസ്സൊക്കെ കുറക്കാം ഈ യാത്രേൻ്റെ ഒക്കെ. അതിനൊക്കെ ഒരു പറ്റിയൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇനി നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് പിന്നെ ഇനി ഫുഡ് എവിടുന്നെങ്കിലും നല്ലൊരു സ്ഥലത്തുനിന്ന് കഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത വീഡിയോസൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്നായി കാണിക്കാം. ഓക്കെ.